ഫസ്റ്റ് ടൈം കുറച്ച് പേടി, നമുക്ക് മാരേജ് ടൈം പേടി ഉണ്ടാവും. അപ്പൊ ആ ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഹസ്ബൻഡ് കിட்ட ഓക്കെ നമുക്ക് അറിയാം ലവ് ടൈം, പക്ഷെ ഫാമിലി കിட்ட നമുക്ക് ഒരിക്കും അറിയില്ലേ. പക്ഷെ ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിംഗ് കൊച്ചിയിലും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റേയിങ് അവിടെ റെന്റിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി 4 months ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അംഗൻവാടിയിൽ മാറ്റി. അപ്പൊ ആ ടൈം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലാംഗ്വേജ് അത്ര എനിക്ക് മലയാളം അറിയില്ല ആ ടൈം. പിന്നെ കുറച്ച് ഹിന്ദി സംസാരിക്കും. പിന്നെ അപ്പഴേ കുഴപ്പമുണ്ടായിരുന്നല്ലേ. പിന്നെ ഫുഡ് ആട്ടാൻ അമ്മയൊക്കെ ജോലി ചെയ്തിട്ടേ പോകൂ. പിന്നെ എനിക്ക് വീട്ടിലേ ഇരിക്കാലോ. പിന്നെ ഫുഡ് കഴിക്കാൻ. അപ്പൊ പിന്നെ അമ്മ ഏലുകുറ്റിക്കിട്ട് ഫുൾ ടൈം ഞാൻ ഏലുകുറ്റി ഉണ്ടാവും. ഫസ്റ്റ് ടൈം അങ്ങനെയാണ് വിളിക്കുന്നേ, പേര് ഏലു. അപ്പൊ വീട്ടിൽ എല്ലാരും ഏലുകുറ്റി പറയും. അപ്പൊ ഞാനും ഏലുകുറ്റി പറയും. ഏലുകുട്ടി. ഓക്കെ. അപ്പൊ അമ്മക്കിട്ട് പിന്നെ കസിൻസ് അവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്കിട്ട് എനിക്കിട്ട് മലയാളം സംസാരിക്കും. പിന്നെ പക്ഷേ ഇറങ്ങി ആ ടൈം അറിയില്ല. ഞാൻ ഇപ്പഴും റിപ്ലൈ കൊടുക്കുന്ന അറിയില്ലേ. സംസാരിക്കുമ്പോ കുറച്ച് മനസ്സിലാവും, പക്ഷെ റിപ്ലൈ കൊടുക്കുന്ന അറിയില്ല. പിന്നെ ഞാൻ സംടൈം ആക്ഷൻ കൊടുക്കും, സംടൈം വിളിച്ചിട്ട് കാണിക്കും. പിന്നെ പതുക്കെ സംസാരിച്ച് പിന്നെ എനിക്ക് മലയാളം പഠിച്ച. ഇവിടെ വന്നിട്ട് ഇവിടെ ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് ഫസ്റ്റ് ടൈം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ നാട്ടിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ആ ടൈം എനിക്ക് കേരള ഫുഡ് കഴിക്കണല്ലേ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ അമ്മ അപ്പൊ കണ്ടമാനോ ഞാന് ഇന്ത്യ ഫുഡ്. പക്ഷെ ഇപ്പൊ എനിക്ക് മലയാളി കേരള ഫുഡ് മാത്രം മതി. സോയുടെ വീട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അതായത് ഒരു മലയാളി ഫാമിലിയിലോട്ടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ആ ടൈം അമ്മക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത്ര ദൂരമല്ലേ. അപ്പൊ അമ്മക്ക് പറഞ്ഞു ചിന്തിച്ചിട്ട് മാരേജ് ചെയ്യ് പറഞ്ഞു. അപ്പൊ ആ ടൈം ഭയങ്കര ലവ് ഉണ്ടാവില്ല. അപ്പൊ ആ ടൈം നമുക്ക് വേറെ ഒന്നും തോന്നൂല. പ്രേമത്തിന് കണ്ണും നോക്കില്ലെന്നാണല്ലോ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ചെറുക്കൻ ബോയ് നല്ല അടിപൊളി ഉണ്ടോ, എനിക്ക് നന്നായിട്ട് കെയർ ചെയ്യും, ലവ് ചെയ്യും. അപ്പൊ ഞാൻ മാരേജ് ചെയ്യാൻ കുഴപ്പമുണ്ടാവൂലേ, ഫാമിലിയും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്തു. നിങ്ങളുടെ വെഡിങ് എങ്ങനെയായിരുന്നു? അതായത് രണ്ട് കൾച്ചർ ഒരുമിച്ച് വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം അതെങ്ങനെയാ നിങ്ങൾ ഒന്ന് ഒരുമിച്ച് ടുഗദർ ചെയ്തത്? വെഡിങ് എന്റെ നാട്ടിലും ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടുകാര് പറഞ്ഞു പറ്റില്ലേ, പെറ്റിന കല്യാണം ചെയ്തായിരുന്നു. അപ്പോ ആ ടൈം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എന്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ വെഡിങ് സ്മോൾ വെഡിങ് ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു. നമുക്ക് അങ്കമലി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പള്ളിയില് ചെയ്തിട്ട്. ഓക്കെ. ആൻസി ഇതൊക്കെ അറിഞ്ഞപ്പം ആൻസി എന്താ പറഞ്ഞത്? ഇവിടുത്തെ എന്റെ കല്യാണം നടന്നപ്പോ ഷോക്കായത്. കാരണം നമ്മള്